സിപിഎമ്മിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നാടകീയമായ രംഗങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടി ശക്തമായി തന്നെ എതിർത്ത് നിൽക്കുമ്പോൾ എല്ലാത്തിന്റെയും മൂല കാരണമായി ഇ.പി. ജയരാജനെ ഇനി പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കില്ലെന്നാണ് പാർട്ടി തന്നെ പറയുന്നത്. ഇത് സംബന്ധിച്ച വലിയ ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നുകഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇ.പി. ജയരാജൻ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ സംഭവം പുറത്തുവന്നതോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇ.പിക്കും പാർട്ടിക്കുമെതിരെ നിൽക്കാൻ തുടങ്ങി. ഇപ്പോഴിതാ വീണ്ടും സിപിഎമ്മിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാവുകയാണ്. ഇതോടെ ഇ.പി. ജാവദേക്കർ ബന്ധമാണ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ തോൽവി നൽകിയതെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത രോഷം പുകയുന്നു. പിണറായിയും ഇ.പിയും അടക്കമുള്ള മുൻനിര നേതാക്കൾ ഉണ്ടാക്കിവെച്ച പരാജയമാണ് ഇതെന്ന് പുറത്തുവന്നതോടെ പാർട്ടി നേതാക്കൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ്. ഇപ്പോൾ ഇ.പി. ജയരാജൻ ജാവദേക്കറെ കണ്ടതിൽ ഗൌരവമുള്ള പരിശോധനയ്ക്കൊരുങ്ങുകയാണ് സിപിഎം. ഇക്കാര്യം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ തന്നെ പറയുമ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ രോഷം പുകയുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പാർട്ടിയുടെ നെടുംതൂണായ പിണറായിയെ മാറ്റുന്ന കാര്യം സിപിഎമ്മിന് മുന്നിലില്ലെന്നും പക്ഷേ ഇ.പിയെ സംബന്ധിച്ച് ഇ.പിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന വേണമെന്നുമാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ അഭിപ്രായപ്പെടുന്നത്. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. ഈ പരാതിയിൽ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് പ്രാഥമിക അന്വേഷണം നടത്തുക. ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ചാണ് പ്രകാശ് ജാവദേക്കറെ ദല്ലാൽ നന്ദകുമാർ എത്തിച്ചതെന്നും ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ആരോപണമുന്നയിച്ചതുമെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ജയരാജൻ പറയുന്നത്. പക്ഷേ ഇത് ഗൂഢാലോചനയല്ല എന്നത് അന്നേ തെളിഞ്ഞ കാര്യമാണ്. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ഇ.പിയുടെ ആവശ്യം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംഭവത്തിൽ കേസെടുത്ത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുള്ള അന്വേഷണം ആരംഭിക്കുക. തിരഞ്ഞെടുപ്പിന് തലേ ദിവസമാണ് ഇ.പി. ജയരാജനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണം പ്രതിരോധിക്കാനാവാതെ സിപിഎം പോളിംഗിലേക്ക് നീങ്ങിയത്. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയത് സിപിഎം നേതാവും എൽ.ഡി.എഫ് കൺവീനറുമായ ഇ.പി. ജയരാജനാണെന്ന് ആദ്യ സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഈ പേര് പരസ്യമായില്ല. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇ.പി. ജയരാജന്റെ പേര് പുറത്തുവന്നത്. ഇതോടെ സിപിഎം വലിയ പരുങ്ങലിലായി. വിഷയത്തിൽ പ്രതികരിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്ന നേതാക്കളൊക്കെ പോളിംഗ് ദിനത്തിൽ പ്രതികരണവുമായി തന്നെ രംഗത്തെത്തി. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ പാപിയും ശിവനാകുമെന്ന് പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഇ.പിക്ക് തെറ്റുപറ്റിയെന്ന് അന്ന് പരോക്ഷ സൂചന നൽകിയിരുന്നു. പിന്നീട് വീണ്ടും ഇ.പിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതാണ് തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ പരാജയമുണ്ടാക്കിയതിൽ വലിയ കാരണമെന്നാണ് ഇപ്പോൾ പാർട്ടി തന്നെ പറയുന്നത്. ഇപ്പോൾ ഇ.പി. ജയരാജൻ ബി.ജെ.പി. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങൾ ഗൌരവപൂർവ്വം പരിശോധിക്കുമെന്നാണ് എം.വി. ഗോവിന്ദൻ പറയുന്നത്. എന്തെല്ലാം മാറ്റം വരുത്തണോ അതെല്ലാം തങ്ങൾ ചെയ്യുമെന്നും ഇപ്പോൾ പാർട്ടിയിൽ വലിയൊരു തിരുത്തൽ ആവശ്യമാണെന്നുമാണ് എം.വി. ഗോവിന്ദൻ അടക്കമുള്ള മുൻനിര നേതാക്കൾ പറയുന്നത്. ഇ.പിക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ പറയാതെ പറയുന്നത്.